പിന്നെ വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ലബ്ബായിരുന്നോ എന്നുള്ളതായിരുന്നു. പൊന്നനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തന്നെ ഒരു പൊന്നൻ ഫാൻസ് അസോസിയേഷൻ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ ലോക്ക്ഡൌൺ വന്ന സമയത്ത് 2021 ഞാൻ ഇപ്പൊ ഇരിക്കുന്ന കമ്പനിയിൽ കയറിയത്. ഞാൻ യൂട്യൂബ് ജേണി നെർവസ് ആയിരുന്നോ ചെയ്യുന്നതില്, ഇൻകം കിട്ടുന്ന റവന്യൂ ഉണ്ടോ. അടുത്തതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അമ്മായിയമ്മ നാത്തൂനുമായിട്ടുള്ള ബോണ്ടിനെ പറ്റിയായിരുന്നു ചോദിച്ചത്. പിന്നെ കുക്കിങ്ങിന്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണോ കുക്കിംഗ് പഠിച്ചത്? ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെർ ന്യൂസ് ആര്യ. നേരിട്ടത് ആദ്യമായിട്ടാണ്, അതിൻ്റെതായ ഒരു ചെറിയൊരു നെർവസ് ഉണ്ട് കേട്ടോ. അപ്പൊ Q&A സെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ആയോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എന്നാൽ വന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ച് കോമൺ ആയിട്ടുള്ളത് സ്പോട്ട് എടുത്താണ് പരിപാടി തുടങ്ങുന്നത്. ഓക്കെ, കൂടുതലും ചോദിക്കുന്നത് ചേച്ചിയുടെ വീട് എവിടാ, ചേച്ചിയുടെ നാട് എവിടാ, ചേച്ചി എന്തോ പഠിച്ച, താൻ ആരുവാ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്നെ പറ്റി തന്നെ ഞാൻ അങ്ങ് പറയാം ആദ്യമേ. എന്റെ പേര് ആര്യ ടി രാജൻ. ഞാൻ വെഞ്ഞാറമൂട് സ്വദേശിയാണ്. വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വെഞ്ഞാറമൂട് അല്ല, അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോൾ മൂന്നാനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണ്. പഠിച്ചത് പക്ഷെ നെടുമങ്ങാടാണ്. നെടുമങ്ങാട് എന്ന് പറയുമ്പോൾ ഗേൾസ് ഹൈസ്കൂളിലാണോ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷെ ഗേൾസ് ഹൈസ്കൂളിലല്ല. ഞാൻ പഠിച്ചത് 10 വരെ പഠിച്ചത് മനാൾ ഹുദ എന്ന് പറയുന്ന ഒരു മുസ്ലിം അസോസിയേറ്റഡ് സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് +1 +2 ഞാൻ കൈരളി വിദ്യാഭവനിലാണ് പഠിച്ചത്. പിന്നെ എഞ്ചിനീയറിംഗിന് തമിഴ്നാട് തിരുനെൽവേലിയിൽ എഞ്ചിനീയറിംഗിന് പോയിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 വർഷം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. കൊടപ്പനക്കുന്ന് ഒരു കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അതിനുശേഷം ഒരു കല്യാണമൊക്കെ കഴിച്ചു. 2017 എന്റെ കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഞാൻ കൊല്ലത്തോട്ടാണ് വന്നത്. കൊല്ലം നല്ലിലയിലാണ് ഇപ്പൊ കറന്റ് താമസിക്കുന്നത്. വന്ന സമയത്ത് ഇവിടെ IT ഫോംസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് എനിക്ക് ജോലി തപ്പി നടക്കേണ്ടി വന്നായിരുന്നു, ഒരുപാട് നടക്കേണ്ടി വന്നായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് പോയി ഡെയിലി പോയി വന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യാനോ ആയിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും ജോബ് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ കയറുന്നത്. ട്യൂട്ടറായിട്ടും സ്റ്റുഡന്റ് കൗൺസിലറുമായിട്ടാണ് ഞാൻ കയറിയത്. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. 2019 മോള് ജനിച്ചത്. അതിനുശേഷം കുറച്ച് നാള് ഗ്യാപ്പായിരുന്നു, കരിയർ ഗ്യാപ്പായിരുന്നു. അങ്ങനെ ലോക്ക്ഡൌൺ വന്ന സമയത്ത് 2021 ഞാൻ ഇപ്പൊ ഇരിക്കുന്ന കമ്പനിയിൽ കയറിയത്. അപ്പൊ 4 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ട്രേഡിംഗ് ഫേം ആണ്. ജോലിയെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഇത്രയൊക്കെയാണ് എന്നെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചത് ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഒറ്റ മോളാണോ എന്നൊക്കെയാണ്. എന്റെ വീട്ടില് വെഞ്ഞാറമ്മൂട് വീട്ടില് അച്ഛൻ അമ്മയാണുള്ളത്. അച്ഛൻ പ്രവാസി ആയിരുന്നു, അമ്മ ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്, ഹൗസ് വൈഫാണ്. പിന്നെ എനിക്കൊരു സഹോദരനുണ്ട്, ചേട്ടനാണ്, ബഹ്റിനിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വൈഫും കുട്ടിയും വീട്ടില് വെഞ്ഞാറമൂട് വീട്ടില് അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം ഉണ്ട്. പിന്നെ ഇവിടെ വീട്ടില് ഹസ്ബൻഡ് അച്ഛൻ അമ്മ പിന്നെ ഞങ്ങളുടെ മോളാണ്. ഹസ്ബൻഡിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ദിബുമോൻ. ദിബു എന്നാണ് പേര്. പുള്ളിയെ ഞാൻ ദീചായി എന്നാണ് വിളിക്കുന്നത്. മകൾ അദ്രിതി ദേവരാജ്. പൊന്നൻ എന്ന് വിളിക്കും, അദ്രു എന്നും വിളിക്കും. വിജയ്ക്ക് ഒരു അനിയത്തിയാണുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻകർ ഡയറീസ് ബൈ ദേവിക. നാത്തൂനും ഹസ്ബൻഡും മോളും കുരിപ്പുഴയാണ് താമസിക്കുന്നത്. പിന്നെ ഇതില് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ദേവികയുടെ ഹസ്ബൻഡ് ഞാനും അനിയനും ചേച്ചിയാണോ എന്നുള്ളത്. അങ്ങനെയല്ല, ഞങ്ങളിവിടെ നാത്തൂന്റെ ഹസ്ബൻഡിനെ അനിയൻ, സ്ഥാനം കൊണ്ട് അനിയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം വീഡിയോസിലെല്ലാം ഞാൻ അനിയൻ അനിയൻ എന്നാണ് പറയുന്നത്. അങ്ങനെ പലരും കരുതി എന്റെ സ്വന്തം അനിയനാണെന്നുള്ളത്. പിന്നെ വന്ന ചോദ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ സെയിം ഏജ് ആണോ, ഹസ്ബൻഡിന്റെ ജോലി, അതുപോലെ തന്നെ ഹസ്ബൻഡ് എവിടെയാണ് പഠിച്ചത്, എന്താണ് പഠിച്ചതെന്നൊക്കെയാണ്. ഞങ്ങൾ സെയിം ഏജ് ആണ്. ദിജായി പഠിച്ചത് യൂനിസ് കോളേജ് കൊല്ലമാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ബഹറിൽ വർക്ക് ചെയ്തായിരുന്നു. മാരേജിന് ശേഷം ഇപ്പോ ഒരു മെഡിക്കൽ സർജിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ കൊല്ലത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ജോലിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ പലരും ചോദിച്ചതെന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം ജോബ് അന്വേഷിച്ച് കിടക്കുന്നവർക്കൊക്കെ കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. സംഭവം ലോക്ക്ഡൌൺ ടൈമിലാണ് ഞാൻ ഈ ജോലിക്ക് കയറുന്നത്. എന്റെ കസിന്റെ മകള് പഠിച്ചുകൊണ്ടിരുന്നപ്പോ, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവള് പാർട്ട് ടൈം ആയിട്ട് കയറിയ ജോബായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതുപോലെ അപ്പ ഒരു ജോബും ഉണ്ട് ഞങ്ങളുടെ കമ്പനിയാണ്, വർക്ക് ഫ്രം ഹോം ആണ്. ആ ടൈമില് ബേബി ഉണ്ട്, പൊന്നനുണ്ട് എനിക്ക്. അപ്പൊ ചോദിച്ചായിരുന്നു പറ്റുമോ, കുഞ്ഞിനെ നോക്കി ചെയ്യാൻ പറ്റുമോ, അത്യാവശ്യം ഒരു സാലറി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ, കുഞ്ഞിനെ നോക്കി ഇരിക്കുകയാണ്, വർക്ക് ഫ്രം ഹോം അല്ലേ, ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. നെക്സ്റ്റ് ഡേ തന്നെ എന്നെ ഇന്റർവ്യൂ വിളിച്ചു, ഹയർ ചെയ്തു. ആ ടൈമിലെ ജോബിനൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സമയമാണല്ലോ, വർക്ക് ഫ്രം ഹോം ഒക്കെ ആയതുകൊണ്ട്. അപ്പത്തേനും ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ പെട്ടെന്ന് തന്നെ ഒരു 3 ദിവസത്തിനകം ഞാൻ ജോബിന് കയറുമായിരുന്നു. അപ്പൊ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ആണ്. ഷെയർ മാർക്കറ്റിന്റെ ബ്രോക്കർ കമ്പനിയാണ്. നമ്മൾ ഷെയർ മാർക്കറ്റില് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനായിട്ട് നമുക്കൊരു ബ്രോക്കർ കമ്പനിയെ സമീപിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രോക്കർ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യുകയും ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കാനായിട്ടൊക്കെ സഹായിക്കുകയും
അതുപോലെ തന്നെ ക്ലാസ്സസ് എടുത്തു കൊടുക്കുകയും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെയാണ് ജോബ് എന്ന് പറയുന്നത്. ടാർഗറ്റ് ബേസ്ഡ് ജോലിയാണ്. 6 മുതൽ അതായത് 6 മണി വരെ, 9 മണി മുതൽ 6 മണി വരെയാണ് ജോലി ഉള്ളത്. ഓക്കെ. അപ്പോൾ 4 വർഷമായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നു. ഇടയ്ക്ക് ഒരു 6 മാസത്തെ ഗ്യാപ്പ് എടുത്തായിരുന്നു. അഗെയിൻ ഞാൻ തിരിച്ചു ചെന്ന് ജോബ് ചോദിച്ചപ്പോഴത്തേനും എനിക്ക് വീണ്ടും കയറാൻ പറ്റി. അതുവരെയുള്ള ടാർഗറ്റ് ഒക്കെ ഞാൻ ഒരുവിധമൊക്കെ അച്ചീവ് ചെയ്ത് പോവുകയും പെർഫോമൻസ് ഓക്കെ ആയതുകൊണ്ടും എനിക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അപ്പം പലരും ചോദിച്ചെന്ന് വെച്ചാൽ ഇത് കിട്ടാൻ പറ്റുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ നമ്മുടെ ഈ കമ്പനി എന്ന് പറയുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പൊ ബാംഗ്ലൂരിൽ പോയി നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് നോളജ് ഒക്കെ ഉണ്ട് എങ്കിൽ, ട്രേഡിംഗിൽ നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കൊച്ചിയിലാണ് നമ്മുടെ ഇപ്പൊ കമ്പനി കേരളത്തിലുള്ളത്. അപ്പോൾ അവിടെയും ഇന്റർവ്യൂ എടുക്കുന്നത് എക്സ്പീരിയൻസ് പേഴ്സണേ ഉള്ളൂ. പക്ഷെ വർക്ക് ഫ്രം ഹോം ഇല്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വർക്ക് ഫ്രം ഹോം ആയിട്ട് കൊച്ചിൻ ബ്രാഞ്ചിൽ ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ലംബായിരുന്നു എന്നുള്ളതായിരുന്നു. അതെ, ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോ മൊറപ്പെണ്ണും മൊറച്ചെറുക്കനുമായിരുന്നു. അതായത് എന്റെ അമ്മയുടെ സഹോദരന്റെ മകനാണ് ദീചായി എന്ന് പറയുന്നത്. അപ്പൊ ലവ് സ്റ്റോറി പറയാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങള് ഓർമ്മ വെച്ച ആളുകളിലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. അതൊരു റിലേഷനിലോട്ട് വരുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പണ്ടൊക്കെ മൊറപ്പെണ്ണും മൊറച്ചെറുക്കനും എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുള്ള ഒരു വിശ്വാസത്തില് പോയ റിലേഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം വന്നപ്പോ തന്നെ ഞങ്ങള് രണ്ട് സൈഡിലും വീട്ടില്, എന്റെ സൈഡിലും അതുപോലെ ദിച്ചയുടെ സൈഡിലും നമ്മള് പറഞ്ഞപ്പോ ഒരു ശക്തമായിട്ട് അവർ എതിർത്തു. വേറൊന്നും കൊണ്ടല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലല്ലോ, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതല്ലേ. അപ്പം ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർ വേണം എന്നായിരുന്നു അവരുടെ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ അത് സത്യമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന് ബന്ധുക്കൾ എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, നാട്ടുകാരായിരുന്നു കൂടുതൽ. അപ്പൊ കല്യാണം എന്ന് പറയുമ്പോഴത്തേന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീട് നിറച്ച ആൾക്കാർ വേണം എന്നുള്ളൊരു കാര്യമാണ് അവർ വെച്ചത്. ഓക്കെ. ആ ഒരു എതിർപ്പാണ് അവർ വെച്ചത്. അപ്പം ഞങ്ങൾ അപ്പം ചെറിയ പ്രായമായിരുന്നു. ഓക്കെ, ചിന്തിക്കാൻ ഇനി സമയം ഉണ്ടെന്ന് ഇതായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ബ്രേക്കപ്പ് ആയി. ഒരുപാട് വട്ടം ബ്രേക്കപ്പ് ആയി. ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പില് ഒരുപാട് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ബ്രേക്കപ്പ് ആവുന്നതിന്റെ സ്പീഡിൽ ഞങ്ങൾ വീണ്ടും പാച്ചപ്പ് ആയിക്കൊണ്ടിരുന്നു. അപ്പോ ബ്രേക്കപ്പ് ആവുന്നു, പാച്ചപ്പ് ആവുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് ബ്രേക്കപ്പ് നടന്ന സമയത്താണ് ദീചയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നത്. ആക്സിഡന്റ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു. കൊല്ലത്ത് ചാത്തന്നൂർ വെച്ച് യുനിസ് കോളേജിലെ സ്റ്റുഡൻസ്, 5 സ്റ്റുഡൻസ് നിസാൻ സണ്ണിയും അതുപോലെ തന്നെ ടിപ്പറുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് സ്പോട്ടിൽ 3 പേര് മരണപ്പെട്ടായിരുന്നു. 2 പേര് ഇപ്പൊ ജീവനോടുള്ളൂ. അതിലൊന്ന് എന്റെ ദിശയാണ്. അപ്പം ആ ഒരു ആക്സിഡന്റ് ഞങ്ങളുടെ ലവ് സ്റ്റോറിയിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുമായിരുന്നു. അതിനുശേഷം പുള്ളിക്ക് ഒരുപാട് ട്രോമ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-12 സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഒരു ട്രാജിക് ആയിട്ടൊക്കെ പൊക്കോണ്ടിരുന്നതാണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഗ്രോ ആവുകയാണ് ചെയ്തത്. എന്നിട്ടും വീട്ടില് ഞങ്ങളുടെ ഒരു കല്യാണ പ്രായമൊക്കെ ആയപ്പോഴത്തേന് വീട്ടില് പറഞ്ഞു പറ്റില്ല, ഞങ്ങള് വേറെ റിലേഷൻഷിപ്പ് നോക്കി, പറ്റുന്നില്ല. അപ്പൊ വേറെ ബന്ധത്തിലോട്ട് പോയാലും ഞങ്ങൾ തിരിച്ച് കറങ്ങി ഇതിൽ തന്നെ വരും എന്നുള്ള നിസ്സായസ്ഥ ഞങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഞങ്ങളെ ഫേവർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് മാമന്മാര് എന്നൊക്കെ പറയുന്ന പോലെ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു ഫേവറും എല്ലാം കൊണ്ട് ലാസ്റ്റ് കല്യാണം വരെ എത്തുകയായിരുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു 10-35 വർഷത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ടതുണ്ട്. ഒരു Q&A സെക്ഷനിൽ അത് ചുരുക്കി പറയാൻ പറ്റില്ല. ഒരു വെബ് സീരീസ് ആയിട്ട് എന്നെ ഇറക്കേണ്ടി വരും. നിങ്ങൾക്ക് മുഷിപ്പില്ല എങ്കിൽ ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അമ്മായിയമ്മ നാത്തൂനുമായിട്ടുള്ള ബോണ്ടിനെ പറ്റിയായിരുന്നു ചോദിച്ചത്. ഈ അമ്മായിയമ്മ നാത്തൂൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം ഒരുമിച്ചൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകം അമ്മായിയമ്മ എന്നൊരു പോസ്റ്റോ നാത്തൂൻ എന്നൊരു പോസ്റ്റോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരുമിച്ചായിരുന്നു. കുഞ്ഞിലെ എന്റെ അമ്മയ്ക്ക്, ഇവിടുത്തെ അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ എന്താണ് എന്നുള്ളത് അറിയാം. പിന്നെ ദേവികയെ പറ്റി എനിക്കും നന്നായിട്ട് അറിയാം. ബോണ്ട് എന്ന് പറയാനായിട്ട് കുഞ്ഞിലേ ഉള്ള അറിയാറായ കാലം തൊട്ടുള്ള ബോണ്ടാണ്. അപ്പൊ പലരും ചോദിച്ചു നാത്തൂൻ ദേവികയായിട്ട് ഭയങ്കര ബോണ്ടാണല്ലോ എന്ന് ചോദിച്ചു. അത് എന്ന് പറഞ്ഞാല് എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞത്, അതായത് ഇവിടുത്തെ അമ്മ എന്ന് പറയുന്ന എന്റെ മാമി എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോട് ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. എന്റെ മോനെ നോക്കിക്കോണം എന്നല്ല പറഞ്ഞത്. എന്റെ മകൻ അവന്റെ അനിയത്തിയെ നോക്കിയില്ലെങ്കിൽ കൂടി നീ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. സോ ഇമോഷണലി അതങ്ങനെ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരിയെ എപ്പോഴും വിളിച്ച് എന്താണ് ഏതാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെപ്പ് അങ്ങനെ ഒരു ബന്ധമല്ല. ആൾക്ക് എന്ത് നീടുണ്ടെങ്കിലും പുള്ളിക്കാരിയുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ബോണ്ടാണ് എനിക്കുള്ളത്. പിന്നെ കുക്കിങ്ങിന്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണോ കുക്കിംഗ് പഠിച്ചത്? മീൻ വെട്ടുന്ന സ്പീഡും ഒക്കെ ചോദിച്ചായിരുന്നു. അതെനിക്ക് ആൻസർ പറയണം കേട്ടോ.
കാരണം എന്ന് വെച്ചാല് ഇപ്പം പറയുമ്പോൾ എല്ലാരും കൂടെ ചേർത്താണ് പറയുന്നത്. അതായത് എന്റെ കസിൻസ് ആയിട്ടുള്ള ശാലിനി ചേച്ചി, രാധിക ചേച്ചി, സൗമ്യ, ദേവിക എല്ലാരെയും കൂടെ ചേർത്താണ് പറയുന്നത്. ഈ ഞങ്ങളുടെ അമ്മമാരുണ്ടല്ലോ കുഞ്ഞിലേ തൊട്ട് ഞങ്ങളങ്ങ് പണിയെടുപ്പിക്കുകയാണ്. അതായത് ഉത്തമയായ ഒരു വീട്ടുകാരിയാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവര്. ആദ്യം തുടങ്ങുന്നത് വിളക്കൊരുക്കുന്ന തൊട്ടായിരുന്നു. വിളക്കൊരുക്കുന്ന തൊട്ട് തൂത്തുവാരുന്നത് അതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് തുണി കഴുകലായി, സ്വന്തം തുണികൾ കഴുകണം. ഇതൊക്കെ നടക്കുന്ന 6ാം ക്ലാസ് 7ാം ക്ലാസ് ലെവലിലാണെന്ന് നിങ്ങൾ ഓർക്കും. ഓക്കെ. അപ്പം ഞങ്ങളുടെ വിചാരം ഓക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാരും അപ്പം ചേച്ചിമാരെ വെച്ചാണ് പറയുന്നത്. അപ്പൊ ശാലിനി ചേച്ചിയാണ് ഞങ്ങളുടെ മൂത്ത ചേച്ചി. അപ്പൊ ചേച്ചിക്ക് അതറിയാം. നീ അതുപോലെ ആവണ്ടേ, ആ ഒരു പ്രായം ആവുമ്പോ ഇതാവണ്ടേ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എയിമും അതാണ്. അങ്ങനെ വേണം. കൂട്ടത്തില് അച്ഛന്മാര് ജോലി മാത്രമല്ല, അച്ഛന്മാര് പറയണം പഠിച്ച് ജോലി ഉണ്ടെങ്കിലേ രക്ഷപ്പെടൂ എന്നുള്ളത് അച്ഛന്മാരും പറയുന്നുണ്ട്. അപ്പൊ സൈഡിൽ കൂടെ പഠിത്തവും പോകുന്നുണ്ട്. അപ്പം ഈ തുണി കഴുകല്, വിളക്കൊരുക്കല്, തൂത്തുവാരല് ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ അടുക്കളയിൽ കയറ്റുന്നത്. അടുക്കളയിൽ കയറ്റുമ്പോൾ ഫസ്റ്റ് ആയിട്ട് അവരെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ ചക്കക്കുരു തൊലിക്കുന്നത്, ഉള്ളി തൊലിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടേത്. ഇതിൽ നിന്ന് നമ്മൾ പ്രൊമോഷൻ കിട്ടിയാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ വെക്കാൻ പഠിപ്പിക്കും. മെയിൻ ആയിട്ട് ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കടുപ്പത്തിൽ ചായ ഇടുന്നത്. അതിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് കയറ്റുകയാണ്, കുക്കിംഗ് ലെവലിലോട്ട് കയറ്റുക. അപ്പൊ ഇങ്ങനെ തുടങ്ങണം. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ്. നമ്മൾ ഒരു 10-18 വയസ്സായപ്പോ ഞങ്ങൾ ഏത് വീട്ടിൽ ഈ പറഞ്ഞ വ്യക്തികളെ ആരെ ഏത് വീട്ടിൽ കൊണ്ട് നിർത്തിയാലും ആ വീട്ടിലെ സർവ്വത്ര ജോലികളും ഞങ്ങൾ ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പം ഇന്നും നല്ല തുടങ്ങിയ പരിപാടിയല്ല, പണ്ട് മുതലേ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ ആക്കിയതാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ പലർക്കും പലതും അറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഉള്ളതാണോ ഇങ്ങനെ ഒരു ശീലവും ചിട്ടയും റൂൾസും ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത് പണ്ടേ പഠിച്ചു തുടങ്ങി. മീൻ വെട്ടുന്ന കാര്യമായാലും പണ്ടേ പഠിച്ചു തുടങ്ങി. ഏത് മീൻ കിട്ടിയാലും ഞാൻ വെട്ടും. എന്റെ അപ്പനാണ് എന്റെ അച്ഛൻ, എന്റെ പപ്പയാണ് എന്നെ മീൻ വെട്ടാൻ പഠിപ്പിച്ചത്. ചൂരയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ഫേവറേറ്റ് മീൻ ചൂര, വലിയ ചൂരയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് മീൻ കിട്ടിയാലും ഞാൻ കട്ട് ചെയ്യും. പക്ഷെ പല മീനിന്റെ പേരും എനിക്ക് അറിയത്തില്ല. സത്യം പറയാലോ, പല മീനിന്റെ പേരും എനിക്കറിയാം. എന്നാ ഈ പറയുന്ന ദേവിക നാത്തൂൻ, പുള്ളിക്കാരിക്കും പല മീനും നമ്മളെ പോലെ അറിയാവുള്ളായിരുന്നു. കല്യാണം കഴിച്ച് കുരിയപ്പുഴ പോയപ്പോ അവിടെ മീനിന്റെ അയ്യരുകളെ. അപ്പൊ അവിടുത്തെ മീനുകളെന്ന് പറഞ്ഞാല് പുള്ളിക്കാരിയിലെ ചോട്ടാ മുംബൈയില് മോഹൻലാൽ മണപ്പിച്ചിട്ട് പറയത്തില്ലേ ഇന്ന ബ്രാൻഡാണെന്ന്, അതുപോലെയാണ്. ഏത് മീനെ കണ്ടാലും പുള്ളിക്കാരി ഇപ്പം പറയും ഇന്ന മീനാണെന്ന് പറയും. അപ്പൊ ആ ലെവലിലോട്ട് പുള്ളിക്കാരി മാറിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പല മീനിന്റെയും പേരറിഞ്ഞൂടാ. പക്ഷെ ഏത് മീൻ നിങ്ങൾ എന്റെ കൈ കൊണ്ട് തന്നാലും ഞാൻ അടിപൊളിയായിട്ട് വെക്കും. പിന്നെ ചോദിച്ചതെന്ന് വെച്ചാല് സംസാരം എങ്ങനെയാണോ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. പക്ഷെ നമ്മളെല്ലാരും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ രീതിയിലല്ലേ സംസാരിക്കുക. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നമ്മൾ തനി നാടൻ ഭാഷയിലോ അല്ലെങ്കിൽ തനി നൈവായിട്ടോ സംസാരിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുമ്പോഴും നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ല. ഇപ്പം യൂട്യൂബിൽ ഷോർട്സ് ഇടുമ്പോൾ 1 മിനിറ്റത്തെ കാര്യമാണ്. അപ്പൊ അതില് മാക്സിമം എന്റർടൈൻമെന്റ് ആക്കണമെന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതില് ഞാൻ വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് എനിക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. അത് 2-3 ക്യാൻസർ പേഷ്യൻസ് എന്റെ സബ്സ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ഒരു ചേച്ചി എനിക്ക് അയച്ച മെസ്സേജ് ആണ്, കീമോ കഴിഞ്ഞിട്ട് തളർന്നിരിക്കുവാണ്. അപ്പം നിന്റെ ഈ വീഡിയോ കണ്ട് ഈ സംസാരം കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ഞാൻ അവിടെ ജയിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സിൽ ഞാൻ കാണുന്നത്. ഞാൻ അവിടെ ജയിച്ചു എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. നോർമലി സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഒഫീഷ്യലി ഞാൻ ഇപ്പം ഓഫീസിൽ സംസാരിക്കുന്നത് വെച്ചാൽ ക്ലയന്റിനോട് ചെന്നിട്ട് എന്തരെണ്ണ നിങ്ങളുടെ പ്രശ്നം എന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അവിടെ അതേ രീതിയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. യൂട്യൂബിൽ ഷോർട്സിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ക്ലോസ്ഡ് സർക്കിളിൽ കുറച്ചുകൂടി ചലപറയായിട്ട് സംസാരിക്കും. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് എന്റെ സംസാര രീതിയൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇനി വന്ന ചോദ്യം പൊന്നനെ പറ്റിയാണ്, എന്റെ മകളെ പറ്റിയാണ്. മോളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ മോളെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പൊ മോളുടെ ഫുൾ നെയിമാണ് എല്ലാവർക്കും അറിയേണ്ടത്. അദ്രിതി ദേവരാജ് എന്നാണ് പേര്. പൊന്നൻ എന്ന് വിളിക്കും. പൊന്നൻ എന്ന പേരിട്ടത് ദേവികയാണ് കേട്ടോ, അപ്പച്ചിയാണ് പൊന്നൻ എന്ന പേരിട്ടത്. ഞാൻ അദ്രു എന്നാണ് വിളിക്കുന്നത്. പല പേരുകളും ഉണ്ട് പുള്ളിക്കാരിക്ക്. കണ്ണൻ എന്ന് വിളിക്കും, അദ്രു എന്ന് വിളിക്കും, അദ്ദു എന്ന് വിളിക്കും, ചിത്തിര എന്ന് വിളിക്കും. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അപ്പൊ മോളെ പറ്റി പറയുകയാണെങ്കിൽ മോക്ക് 6 വയസ്സായി. 6 വയസ്സ് കഴിഞ്ഞു. ഈ വരുന്ന ഓഗസ്റ്റ് 6-ന് ആൾക്ക് 7 വയസ്സ് പൂർത്തിയാകും. ആള് വെരി വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കിഡാണ്. പൊന്നനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തന്നെ ഒരു പൊന്നൻ ഫാൻസ് അസോസിയേഷൻ തന്നെ ഇവിടെ ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. അത് എന്റെ കുട്ടിയെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നതിൽ വളരെ 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 സന്തോഷമുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാർ എന്റെ കുഞ്ഞിനെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങിയത്. മകളെന്ന് പറയുമ്പോഴത്തേന്, പൊന്നനെന്ന് പറയുമ്പോഴത്തേന് ആൾക്ക് പ്രായം 7 വയസ്സിനോട് അടുത്തെങ്കിലും 1 വയസ്സിന് താഴെ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യങ്ങളേ ഉള്ളൂ. അത് വെയിറ്റ് ആയാലും അതുപോലെ തന്നെ എന്ത് തന്നെ ആയാലും, ആളുടെ ടേസ്റ്റിന്റെ കാര്യം ആയാലും ബ്രെയിനിന്റെ ഗ്രോത്ത് ആയാലും എന്ത് തന്നെ ആയാലും 1 വയസ്സിന് താഴെ ആയിട്ടുള്ള ഒരു കുട്ടിയുടേതേ ഉള്ളൂ.
അപ്പോ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിച്ചു. പലരും ചോദിച്ചത് കുഞ്ഞിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത്. സ്കൂളിലാക്കിയില്ലേ, വയസ്സ് എത്രയുണ്ട്, ആഹാരമൊന്നും കഴിക്കില്ലേ, നോൺ വെജ് ഒന്നും കൊടുക്കില്ലേ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. എരി കൂട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ തന്നെയാണ് പൊന്നനും ചെയ്യുന്നത്. അതിലും ചിലപ്പോൾ സംടൈംസ് കുറവാണ്. സംസാരിക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളെ മീൻഫുൾ ആയിട്ട് ഇങ്ങനെ പറയില്ല, എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ്, അങ്ങനെ പറയാൻ ആൾക്ക് അറിയില്ല. മോക്ക് പറയാൻ അറിയുന്നത് അച്ഛ, അമ്മ, അച്ചായി, അതുപോലെ തന്നെ ആൾക്കാരെ എല്ലാം അറിയാം. എല്ലാവരോടും സ്നേഹമാണ്. അവൾ അച്ചായി, അച്ഛ, അമ്മ, അച്ചാച്ചനും ഒക്കെ ജീവനാണ്, അച്ഛ, ഇതൊക്കെ പറയാറുണ്ട്. പിന്നെ ആളുടെ നടക്കത്തില്ല, മുട്ടിലഴയും, പിടിച്ച് നിൽക്കും, പിടിച്ച് ജസ്റ്റ് നടക്കും, തനിയെ നടക്കാനുള്ളതായിട്ടില്ല. അതും റീസെന്റ് ആണ് ഇപ്പോൾ മുട്ടിലഴയാൻ തുടങ്ങിയത് തന്നെ. അപ്പൊ അതിൽ തന്നെ പൊന്നൻ പുളിശ്ശേരി, പൊന്നൻ ദാലുകറി, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് എരി കൂട്ടാൻ പറ്റത്തില്ല. എരി കൂട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു കൊടുത്തു നോക്കൂ, കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 6 വർഷം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാതൊന്നും ഇരിക്കത്തില്ലല്ലോ. ആൾക്ക് ഈ ചോക്കി എന്ന വിഷയമുണ്ട്. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ ഇങ്ങനെ ലങ്സിലോട്ട് വലിച്ചു കയറ്റുന്ന കുഞ്ഞിലേ ഉണ്ട്. പാല് കുടിക്കുമ്പോൾ തൊട്ട് ആൾക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു സമയം നമ്മളിപ്പോ എരി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് അത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എരി കൊടുക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അതുപോലെ അത്രയ്ക്കേ ഉള്ളൂ ടേസ്റ്റ് ബഡ്സും, സ്കിന്നൊക്കെ അത്രയും സോഫ്റ്റ് ആണ് ആളുടെ. എല്ലാം കൊണ്ടും ആളുടെ ആ ഒരു പ്രായമേ ആൾക്കുള്ളൂ. അപ്പം ഇൻ കേസ് നമ്മൾ എരി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എരിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം ആള് വാ തുറക്കത്തില്ല. അതിന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആള് വാ തുറക്കത്തില്ല. ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും മോള് പിന്നെ വാ തുറക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വലിയ റിസ്ക് ഒന്നും എടുക്കത്തില്ല. കുറേശ്ശെ എരി നമ്മളെ ഇങ്ങനെ കയറ്റിക്കൂറ്റി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പം പൊന്നൻ പുളിശ്ശേരി, പൊന്നൻ താലുകറി എന്ന് പറയുന്നത് എരിയില്ലാതെ മോൾക്ക് വേണ്ടി മാത്രം വയ്ക്കുന്നതാണ്. ആദ്യം മോക്ക് വേണ്ടി മാത്രം വച്ചു തുടങ്ങിയാണ്. പിന്നെ ഞങ്ങളെ വീട്ടിലുള്ളവരെല്ലാവരും എരി കുറച്ചു. ഇപ്പൊ ഇതെല്ലാം നമ്മുടെയും ഫേവറേറ്റ് കറിയായി, ആർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പൊന്നൻ ദാലുകറി, പൊന്നൻ പയറുകറി, അതുപോലെ തന്നെ പൊന്നൻ പുളിശ്ശേരി, പൊന്നൻ ചമ്മന്തി എല്ലാം നിങ്ങൾക്ക് കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എരിയില്ലെന്നേ ഉള്ളൂ, ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ പൊന്നെ നോൺ വെജ് കഴിക്കത്തില്ലേ എന്ന് ചോദിച്ചു. പൊന്നെ മീനൊക്കെ കൊടുക്കണം, മീനും മുട്ടയൊക്കെ കഴിക്കും. പക്ഷെ ചിക്കൻ എന്ന് പറയുന്നത് നാര് പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇതുപോലെ നാര് പോലുള്ള ഫുഡ് കൊടുക്കുമ്പോഴത്തേനും ആള് ചുമക്കുകയും വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കൊടുത്തു നോക്കിയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ആൾക്ക് കൊടുക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യും. ഈ വൊമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോഴത്തേനും ആൾക്ക് നേരെ ലങ്സിലോട്ടാണ് പോകുന്നത്. അപ്പം അതൊക്കെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിങ്ങനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. പൊന്നന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചവരോട് പൊന്നനെ പറ്റി പറയണമെങ്കിൽ ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞേ നമുക്ക് പൊന്നനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഓക്കെ, ബ്ലഡ് റിലേഷൻ കൊണ്ടാണോ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് നല്ല കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഡെലിവറി ടൈമിൽ. സ്കാനിങ് ടൈമൊക്കെ, അതായത് പ്രഗ്നൻസി ടൈമൊക്കെ ഓക്കെ ആയിരുന്നു, സ്കാനിങ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഡെലിവറി ടൈം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അഗെയിൻ നോർമൽ ഡെലിവറിക്ക് ഒരു 12 മണിക്കൂർ ലേബറൊക്കെ സഹിച്ചിട്ട് ലാസ്റ്റ് മോൾക്ക് അനക്കമില്ല എന്നും പറഞ്ഞ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യുമായിരുന്നു. സോ നോർമൽ കം സിസേറിയൻ ഡെലിവറി ആയിരുന്നു. അപ്പൊ ആള് ഡെലിവറി ടൈമിൽ, അതായത് സിസ്റ്ററിൻ കഴിഞ്ഞ ടൈമിൽ ആള് കരഞ്ഞിട്ടില്ല, ആൾക്ക് അനക്കമൊന്നുമില്ലായിരുന്നു. നേരെ വെന്റിലേറ്ററിലായിരുന്നു, ICU-ലായിരുന്നു. പിന്നെ അവിടെ ഞാൻ ഒരു 2 ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ലായിരുന്നു. ജനിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയത് തന്നെ. അപ്പൊ അത് ഒരു 6-7 ദിവസം ICU-ലായിരുന്നു. അപ്പം അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് വന്നിരുന്നു. സാധാരണ പറയുമല്ലോ, ജനിച്ച് വീഴുമ്പോഴേ കിട്ടുന്ന സൂര്യപ്രകാശവും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെ ഒരു കുഞ്ഞിന്റെ ലൈഫിൽ വലുതാണ്. അങ്ങനെയാണോ എന്നുള്ളതും അറിയത്തില്ല. അത്ര വലിയൊരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം പൊന്നിന്റെ ഒരു 5 വയസ്സ് വരെ ഞങ്ങള് ഒരുപാട് ഹോസ്പിറ്റലുകൾ പോകാത്ത, കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആയിരുന്നു. എല്ലാരെയും കാണിച്ചു. പല രീതിയിൽ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞത് ഇനിയുള്ളത് ടെസ്റ്റുകളല്ല, എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളല്ല, ഇനി റിസർച്ചുകളാണുള്ളത്. റിസർച്ചുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്, അത് ആ റിസർച്ച് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ടൈം പീരീഡ് ഒത്തിരി എടുക്കുന്ന പ്രോസസ്സുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ജനറ്റിക്കൽ സ്റ്റഡീസ് ഒക്കെ ഒരുപാട് നടത്തിയായിരുന്നു. ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തി. എല്ലാ ടെസ്റ്റിലും ആളൊരു നോർമൽ ബേബി ഗേൾ. ആ ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു നോർമൽ ബേബി ഗേളിനുള്ള എല്ലാം, ക്രോമസോൺ ആയാലും ജീനിന്റെ സ്റ്റഡീസ് ആയാലും എല്ലാം പുള്ളിക്കാരിക്ക് നോർമൽ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് അടുത്തത് ഇനി റിസർച്ച് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് പോകണം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് റിലേഷൻ കാരണമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ല എന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പൊ കറന്റ് നിൽക്കുന്നത്.
അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു മോള് ജനിച്ച് ഹോസ്പിറ്റലിൽ പോവാണ്, തെറാപ്പീസ് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പൊ ലാസ്റ്റ് ഞങ്ങളുടെ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ അവളെ വളരും പോലെ വളരാൻ വിടുക, ആള് വളരും പോലെ വളരട്ടെ, സപ്പോർട്ട് കൊടുക്കുക, തെറാപ്പീസ് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഇനിയിപ്പോ റിസർച്ച് ഒക്കെ പോയി കണ്ടുപിടിച്ച്, അത് ഇപ്പൊ റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കുന്നതായിരിക്കും. അങ്ങനെ കണ്ടുപിടിച്ചാലും അത് നോർമൽ ലൈഫിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൺഫേം ആയിട്ട് അറിയില്ല. എന്താണെന്ന് ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റില്ല. അപ്പൊ അടുത്ത റിസർച്ചിലോട്ട് പോകും. അപ്പൊ നമ്മളിങ്ങനെ കുട്ടിയുടെ ടൈം വേസ്റ്റ്, നമ്മുടെ ടൈം വേസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തില് മോളെ ഹാപ്പി ആയിട്ട് വെക്കുക, മോളുടെ കാര്യങ്ങൾ അവളൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുക്കുക. അതായത് പെയിൻ വരുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു രീതി, വിശക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു രീതി, അങ്ങനെ ആക്കി എടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് ഞങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. തെറാപ്പീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഓക്കുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, എല്ലാ തെറാപ്പികളും ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പലരും കമന്റ് സെക്ഷനിൽ പറഞ്ഞു ഭയങ്കര വൈബായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ, മോളുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഒരിക്കൽ ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളിൽ പെട്ടെന്നുള്ളൊരു ഇങ്ങനെയാണ് നമ്മുടെ കുട്ടി എന്നുള്ളതൊക്കെ അറിഞ്ഞ ഷോക്കും കാര്യങ്ങളും ഞാൻ ഒരുപാട് ഡെസ്പായി പോയായിരുന്നു. ഒരു 6 മന്ത് ബേബി, അതായത് 6 മാസം വരെ ഉള്ള ഒരു ബേബിയും അമ്മയും തമ്മിൽ ഒരു ഇൻവിസിബിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ബോണ്ട് ഇന്നും 7 വർഷം ആകുമ്പോൾ ആ ഒരു ബോണ്ട് ഞാനും പൊന്നനുമായിട്ട് ഇപ്പോഴും ഉണ്ട്. അതായത് ഞാനൊന്ന് ഡള്ളായി കഴിഞ്ഞാൽ പൊന്നൻ ഡള്ളാവും. എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പൊന്നൻ അതുപോലെ ആവും. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ സെയിം അതേപോലെ റിഫ്ലക്ട് ചെയ്യുന്ന പൊന്നൻ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മ അമ്മ ഹാപ്പി ആയിരിക്കുന്നു, എത്രത്തോളം ഹാപ്പി ആയിരിക്കുക അത്രത്തോളം കുട്ടി ഹാപ്പി ആയിരിക്കുന്നു. അപ്പൊ ഞാൻ ഡെസ്പായിരുന്ന സമയം, മുന്നേ പൊന്നന് 1 വയസ്സ് 2 വയസ്സുള്ള സമയത്ത്, ഡെസ്പായിരുന്ന സമയത്ത് കുഞ്ഞ് ഇങ്ങനെ കിടക്കുമായിരുന്നു, എന്തെങ്കിലും ഇങ്ങനെ മാനത്തോട്ടൊക്കെ നോക്കിയും കിടക്കുമായിരുന്നു. ഒരു അനക്കവും ഇല്ല, കളിയില്ല, ഒന്നുമില്ല. അത് ഞങ്ങളെ വല്ലാതെ തളർത്തിയായിരുന്നു. അപ്പൊ ആ ഒരു നിലയിൽ നിന്നാണ് ഞാൻ ഈ ചേഞ്ച് ആയി മാറിയത്. ഞാൻ എത്രത്തോളം ഹാപ്പിയാവോ അത്രത്തോളം എന്റെ പൊന്നിന് ഹാപ്പിയാണ്. ഇപ്പൊ പൊന്നന്റെ ലൈഫ് സ്റ്റൈലിൽ പൊന്നെ ഓൾവേസ് എൻജോയ് ചെയ്താണ് പോകുന്നത്, ഓൾവേസ് ആക്റ്റീവ് ആണ്, എപ്പോഴും ചിരി കളി എല്ലാം ഉണ്ട്. ഒരു നിമിഷം പോലും ഡെസ്പായിരിക്കത്തില്ല. ഒരു 2 മിനിറ്റ് ഡെസ്പായിരുന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഫുള്ള് പ്രശ്നങ്ങളാണ്. അമ്മയ്ക്ക് വയ്യാതാവുന്നു, ചാച്ചന് വയ്യാതാവുന്നു, ദീജായിക്ക് വിഷമാവുന്നു, എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പം പൊന്നിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ മീ, എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഞാൻ ഹാപ്പി ആയിരിക്കുമ്പോൾ പൊന്നനും ഹാപ്പിയാണ്. അപ്പൊ എല്ലാരും ചോദിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരു മദർ എങ്ങനെ ആയെന്ന്. കുഞ്ഞിന്റെ സന്തോഷം അത് അറിഞ്ഞത് കൊണ്ടാണ്, ഗോ ത്രൂ ചെയ്തത് കൊണ്ടാണ്. ഞാൻ വിഷമിച്ചിരുന്ന് എന്റെ കുഞ്ഞ് അത്രത്തോളം ഡള്ളായത് ഞാൻ ഗോ ത്രൂ ചെയ്ത് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൽ നിന്നൊരു ചേഞ്ച് ഞാൻ വന്നത്. അപ്പോൾ മാക്സിമം ഹാപ്പി ആയിരിക്കാം. അപ്പോൾ ഞാൻ എന്റെ ഷോർട്സുകൾ ചെയ്യുമ്പോഴത്തേന് പലരും വയ്യാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞതുപോലെ വയ്യാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ എന്റെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബിലൂടെ ഇതുപോലെ ആരെങ്കിലും 1-2 പേർക്ക് ഹാപ്പി ആവുന്നുണ്ട് അവര് ഞാൻ സംസാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കണ്ടിട്ട് ഹാപ്പി ആവുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പൊന്നൻ ഫാൻസിന് വേണ്ടി ഒരു അമ്മ എന്ന നിലയിൽ പറയാൻ പറ്റുന്നത് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ മാനസികമായിട്ട് അതിന് ഞാൻ ഓക്കെ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വലിയ ലോങ് വീഡിയോ ആയിട്ട് എന്റെ മോളുടെ കാര്യങ്ങളും എന്റെ മോളെയും കൂടെ കൂടിയിരുത്തി ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഇനി ചോദ്യം വന്നെന്ന് വെച്ചാൽ യൂട്യൂബിനെ പറ്റിയാണ്. യൂട്യൂബ് ജേർണി, നെർവസ് ആയിരുന്നോ ചെയ്യുന്നതിൽ, ഇൻകം കിട്ടിയോ, റവന്യൂ ഉണ്ടോ, അതുപോലെ തന്നെ മോണിറ്റൈസ് ആയോ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. യൂട്യൂബിലോട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു എനിക്കൊരു ജോബ് ഉണ്ടെന്ന്, ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അത് പക്ഷേ കയ്യാലപ്പുറത്തൊരു തേങ്ങയാണ്. അവരെപ്പോൾ എന്നെ കമ്പനിയിലോട്ട് വിളിക്കുന്നു അപ്പോൾ എനിക്ക് കമ്പനിയിലോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം ആരും ഒന്നെങ്കിൽ കമ്പനിയിലോട്ട് വരിക, ഇല്ലെങ്കിൽ റിസൈൻ ചെയ്യുക, ഇതായിരിക്കും അവരുടെ ഓപ്ഷൻ. കമ്പനിക്ക് ഒരിക്കലും സിമ്പതിയും വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം എന്റെ ജോബ് പോയി കഴിഞ്ഞാൽ മോളുടെ ഫർദർ കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്, മോൾക്ക് ഇതുപോലുള്ള സ്കൂളുകളുണ്ട് അവിടെ കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കിഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെഷ്യൽ കെയർ ആണ്. സ്പെഷ്യൽ കെയർ നമുക്ക് വെറുതെ കിട്ടത്തില്ല. സ്പെഷ്യൽ കെയർ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പം ഇതുപോലുള്ള സ്കൂളുകളും കാര്യങ്ങളും പോകെ മോളുടെ തെറാപ്പീസും കാര്യങ്ങളും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോ പൊന്നൻ നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നാളെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വേണം. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ യൂട്യൂബ് അല്ല സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ എസ്തെറ്റിക് റീൽസ് ആണ് ഇട്ട് തുടങ്ങിയത്. ഓക്കെ,
അപ്പം ദേവിക യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ പറയും, നിങ്ങൾ ഇയാൾ ചെയ്യടേ, ഇയാൾ ചെയ്ത് നോക്ക്, ഇയാൾക്ക് സമയം കിട്ടും, മോളുടെ കാര്യവും നോക്കാം. ഇതാകുമ്പോൾ ഞാൻ 9 മണി മുതൽ 6 മണി വരെ എന്റെ ജോലിയിലാണ്, അത്രയും ടാർഗറ്റ് ബേസ്ഡ് ജോലിയാണ്, നമുക്ക് റിപ്പോർട്ട്സുകൾ കൊടുക്കണം. അപ്പം ഭയങ്കര മെസ്സപ്പാണ്, ഒരു ബോസ് ഉണ്ട് നമ്മളെ ചോദ്യം ചെയ്യാനായിട്ട്. പക്ഷെ യൂട്യൂബ് എന്ന് പറയുമ്പം ഇതിലൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ലീവ് എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം, വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഞ്ഞിന്റെ കാര്യം നോക്കാം, വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, ഹാപ്പി ആയിട്ട് പോകാം. മോറോവർ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദേവിക ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും കോൺഫിഡന്റ് അല്ലായിരുന്നു, ഒട്ടും കോൺഫിഡന്റ് ആയിരുന്നു. എന്നിട്ടും എന്റെ ജോലി ഏകദേശം പോകുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് യൂട്യൂബിലോട്ട് ഇറങ്ങുന്നത്. അപ്പം ഈ വീഡിയോ നെർവസ് ആവുമോ അല്ലെങ്കിൽ എന്തായി തീരുവോ ഒന്നൊന്നുമില്ല എന്നൊരു ചിന്തയൊന്നുമില്ല. പെട്ടെന്നങ്ങ് ഇറങ്ങിയതായിരുന്നു. പെട്ടെന്നൊരു പ്രഭാതത്തിൽ ഞാൻ പെട്ടെന്നങ്ങ് ഇറങ്ങിയതാണ് യൂട്യൂബിൽ ഇറങ്ങി ഫുൾ സപ്പോർട്ട് ദേവിക തന്നായിരുന്നു. കാര്യങ്ങളും എല്ലാം ഒക്കെ പറഞ്ഞു തന്നത് ദേവിക തന്നെയാണ്. അപ്പോ ഞാനിങ്ങനെ ഇറങ്ങുമായിരുന്നു യൂട്യൂബിലോട്ട്. ഞാനിത് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത്, പരിപാടി തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഒരു 3 മാസമൊക്കെ ചെയ്തിട്ട് അടച്ചു പൂട്ടിയിട്ട് വേറെ പരിപാടി നോക്കേണ്ടി വരും എന്നുള്ളതോ നോക്കണമായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. ഇപ്പോ ദീശായിക്ക് ജോലിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ 6 വർഷമായിട്ട് പുള്ളി നിൽക്കുന്ന ജോലി എന്ന് പറഞ്ഞാല് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ പോകാം. ഇന്നത്തെ ജോലി പുള്ളിക്കാരനൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ ലീവ് എടുക്കാം. അങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരന് വേറെ ജോലി നോക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പുള്ളിക്ക് എബ്രോഡ് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ഗൾഫിൽ പോയി എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ പറ്റത്തില്ല. അപ്പൊ മോൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു കേസില് ദിജായും കൂടെ ഇവിടെ ഇല്ലാതെ ഒന്നും പോകത്തില്ല. മാത്രമല്ല ദിജായുടെ അച്ഛൻ എന്ന് പറയുന്നത് സ്ട്രോക്ക് അതുപോലെ അറ്റാക്ക് ഒക്കെ വന്ന പ്രായമായുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛനെയും അമ്മയും നോക്കണം, കുഞ്ഞിനെയും നോക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്ക് പുറത്തു പോകാനും പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ടും ബെറ്റർ ഇതുപോലത്തെ ഒരു ഇതാണ്. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇറങ്ങി തിരിച്ചതായിരുന്നു. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചെയ്യാൻ പലരും ഫ്രണ്ട്സ് ആയാലും നാത്തൂനായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചെയ്തു നോക്കൂ എന്നാണ് പറഞ്ഞത്. ഞാൻ 6 മാസമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. മോറോവർ ദാൻ ദാറ്റ് എന്റെ മോളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നെ കാണുന്നതിലും കൂടുതൽ എന്റെ വീഡിയോസ് കാണുന്ന എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് പലരും. ഒരു നിമിഷം എന്റെ കുഞ്ഞിനെ കണ്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ എന്റെ കുഞ്ഞിനെ കണ്ടില്ല എങ്കിൽ ചോദിക്കും, എവിടെ പൊന്നൻ, എവിടെ പൊന്നിനെ കാണാത്തോണ്ട് വിഷമമാണെന്ന് പറയുന്നത്. അല്ലെ, അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ 6 മാസമായുള്ള യൂട്യൂബ് സ്റ്റാർട്ട് ആക്കിയിട്ട് എനിക്ക് മോണിറ്റൈസ് ആയിട്ടില്ല. എനിക്ക് അഫിലിയേഷൻ പ്രോഗ്രാം, അതായത് ലിങ്ക് ഇടാനുള്ള ഒരു ഇത് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ഒരു 2-3 മാസത്തിനകം ആകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പം റവന്യൂ ചോദിക്കുന്നവരോട് എനിക്കിതുവരെ ഇൻകം കിട്ടി തുടങ്ങിയില്ല. 6 മാസമായുള്ള ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകെ സക്സസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചോദിച്ച ചോദ്യം സെക്കൻഡ് ബേബിയുടെ കാര്യമാണ്. സെക്കൻഡ് ബേബിയെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് ജീവിക്കുന്നത്. 6 വർഷമായിട്ട് ഞാനൊരു കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈക്കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ബേബിയെ കുറിച്ച് ചിന്തിക്കൂ? ഒരിക്കലും ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഒരു സെക്കൻഡ് ബേബി. എനിക്കും ദീക്ഷയ്ക്കും ഞങ്ങളുടെ പൊന്നൻ, ഞങ്ങളുടെ അതിരുവിനെ ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ യൂട്യൂബേഴ്സിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്കും വന്നിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഏതാണ്, ഏറ്റവും സാഡ് ആയിട്ടുള്ള മൊമെന്റ് ഏതാണെന്ന്. സത്യം പറഞ്ഞാൽ എന്റെ ലൈഫ് അങ്ങനെ ഒരു ഗ്രാഫിൽ പോകുന്നതല്ല. പെട്ടെന്നൊരു ഗ്രാഫ് ഇറങ്ങുകയും കയറുകയും അങ്ങനെയൊക്കെ പോയതാണ്. അപ്പം എന്റെ ഒരു ലൈഫിൽ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് മേ ബി വരാനിരിക്കുമായിരിക്കും. മോസ്റ്റ് സാഡസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മള് ഇത്രയും വർഷത്തെ അഫെയറിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ ലവ് അല്ലെങ്കിൽ റിലേഷന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഞങ്ങളുടെ മകൾ എന്ന് പറയുന്നത്. മേ ബി അവള് ഇങ്ങനെയാണെന്ന് അറിഞ്ഞതാകാം ഒരു സാഡസ്റ്റ് മൊമെന്റ്. ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ, പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ്. ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. പിന്നെ ഡാൻസ് ഞാനൊരു 6ാം ക്ലാസ് തൊട്ട് സ്കൂളിൽ കളിക്കും. എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് വരെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടേതായ രീതിയിൽ ഡാൻസ് കളിക്കും. ഭയങ്കര ഡാൻസ് ഒന്നുമല്ല, എങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ഡാൻസ് കളിക്കും. പിന്നെ പാട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഷോർട്സിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. അതിന് വലിയ അപ്രിസിയേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാടാം. അപ്പോൾ നമ്മുടെ Q&A സെക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സോർട്ട് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് തരണം. ഏറ്റവും കൂടുതൽ എൻ്റെ പൊന്നൻ ഫാൻസ് അസോസിയേഷൻ എനിക്ക് വലുതാക്കണം. എൻ്റെ പൊന്നന്റെ കറികൾ, പൊന്നൻ ബ്രാൻഡഡ് കറികളൊക്കെ എനിക്ക്
മറ്റുള്ള ഒരുപാട് പേരിലേക്ക് എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്തത് പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം എല്ലാവരും എന്റർടൈൻമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം താങ്ക് യു, ബൈ ബൈ.